ഗൈസ്, കേരളത്തിൽ നിന്ന് യു പിയിലേക്ക് ഒറ്റയ്ക്ക് കുടിയേറുന്ന സമയത്ത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആകാംക്ഷയായിരുന്നു. ആഗ്രഹിച്ച് നേടിയ ഒരു സ്ഥാനം, അതിലേക്കുള്ള ആദ്യപടി. അതിലുപരി മറ്റൊന്നും തന്നെ ചിന്തയിലേക്ക് വന്നതേയില്ല. ആദ്യപടി കയറി കഴിഞ്ഞപ്പോഴാണ് ഉള്ളിൻ്റെ ഉള്ളില് ഏതോ ഒരു കോണിലായിട്ട് ചെറിയൊരു വിങ്ങല്, ഒരു മിസ്സിങ്. 26 വർഷം സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടിയ ആ ഒരു സേഫ് സോൺ ഫീലിംഗ് ഉണ്ടല്ലോ, അത് വല്ലാതെ അങ്ങോട്ട് മിസ്സാവുക. അമ്മേന്റെ കുറെ ശകാരങ്ങളും അമ്മേന്റെ കൈകൊണ്ടുള്ള ഒരു പിടി ചോറും ഇതൊന്നും ഇപ്പൊ ആഗ്രഹിച്ചാ പോലും കിട്ടാത്ത പോലെ. വീട്ടിലായിരിക്കുന്ന സമയത്ത് കാലത്ത് 9 മണിക്ക് ഉറക്കണീക്കുള്ളൂ. പിന്നെ നേരെ അമ്മേ എന്നുള്ളൊരു വിളിയായിരുന്നു. ഇന്നെന്താ കഴിക്കാണ്ടാക്കിയേ എന്നാദ്യ ചോദ്യത്തിൽ തുടങ്ങും അന്നത്തെ ദിവസം. അമ്മേന്റെ കൈകൊണ്ടുള്ള പ്രാതലും ചോറും കറിയും ഇതൊന്നും ഇല്ലാണ്ട് ഒരു ദിവസം പോലും നീക്കാൻ പറ്റാത്ത സമയമായിരുന്നു. ഇനി ചെറിയൊരു ക്ഷീണം വന്നാൽ പോലും ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ തോന്നൂലായിരുന്നു. എത്ര വലിയ തലവേദന വന്നാലും അമ്മേന്റെ മടിയിലൊന്ന് തലവെച്ച് കിടന്നാൽ പിന്നെ വേറെ ഒന്നും ഓർമ്മ വരൂല. ഇന്നൊരു പ്രവാസ ജീവിതം പോലെ എത്രയൊക്കെ വയ്യെങ്കിലും കാലത്ത് നേരത്തെ എഴുന്നേറ്റേ പറ്റൂ. എനിക്കുള്ള പ്രാതലും ഉച്ചഭക്ഷണവും ഞാൻ തന്നെ ഉണ്ടാക്കിയാലേ ഉള്ളൂ. അമ്മേന്റെ അടുത്തുള്ള സംഭാഷണങ്ങൾ പറഞ്ഞു. 1-2 ഫോൺ വിളി മാത്രമായി. ഇവരേക്കോ ഒരു നഷ്ടബോധം. അല്ലെങ്കിലും അടുത്തുള്ളപ്പോ നമുക്ക് അതിന്റെ വില അറിയില്ല എന്ന് ഈ പഴമക്കാർ പറഞ്ഞത് എത്ര സത്യാലേ. ശരിക്കും സ്വന്തം നാടും വീടും വിട്ട് കുറച്ചു നാളേക്ക് ഒന്ന് മാറി എന്നാൽ തന്നെ നമ്മളൊക്കെ പ്രവാസികളാ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാനും ഇപ്പൊ ഒരു പ്രവാസിയാ.